ഹലോ ഹോൾ, വെൽക്കം ടു DK വ്ളോഗ്സ്. DK വ്ളോഗ്സിൽ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കം ഫോട്ടോഷൂട്ട് കം ജ്വല്ലറി ഷൂട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ ഗ്രാൻഡ് ബർത്ത്ഡേ ഒന്നുമല്ല, നോർമൽ ഒരു കേക്ക് മുറി മാത്രം. വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല, എൻ്റെ തന്നെയാണ്. സോ ഇന്ന് May 17 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ ബർത്ത്ഡേ ആയിട്ട് പോയി എക്സാമൊക്കെ എഴുതി വന്നിട്ടുള്ള നിപ്പായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. സോ ഇനി നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ കാണുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാനെന്ന്. ഒരു കുന്തം അറിയില്ല, വെറുതെ കാട്ടിക്കൂട്ടലാണ് ഗൈസ്. എന്നെ നോർമലി മേക്കപ്പ് ചെയ്യുന്ന അഭിരാമിയാണ്, ബട്ട് അവളെ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം ആയിത്തരം കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എനിക്ക് ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. എനിക്ക് അറിയത്ത് പോലും ഇല്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ കുറച്ചൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ പഠിച്ചെടുത്ത് ചെയ്ത ഒരു കലാവിരുന്താണ് ഇത്. ഓക്കെ, സോ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ അഭിരാമിയോട് സത്യം പറഞ്ഞ് ചോദിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഗായി ഗഡബഡിൽ ഞാൻ ചോദിച്ചില്ല എങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട്. എനിക്ക് പറഞ്ഞല്ലോ, ഞാൻ നോർമലി മേക്കപ്പ് എനിക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും ഉള്ളത് കൊണ്ട് നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. പിന്നെ അതായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ടായിരുന്നു ഈ കാണുന്നത്. ദിവ്യ പ്രൊഫഷണലായിട്ട് എക്സൻഷനിൽ വർക്ക് ചെയ്യുന്നൊരു IT എഞ്ചിനീയറാണ്. അതിൻ്റെ കൂടെ ഒരു ബിസിനസ്സാണ് ഇത്. സോ വോട്ട് ഓഫ് താങ്ക്സ് ആണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഇതാണ് ഹൈലൈറ്റ് ഓഫ് ദ വീഡിയോ. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഞാനിവിടെ പറയാൻ പോകുന്നത് കൃതജ്ഞതയാണ്. ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ സിനിമ നടിനെ പോലെ ഇരിക്കുന്ന മോഡലിനെ കുറിച്ചാണ്. മോഡലിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച മോഡലിൻ്റെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഒരാൾ, അത് നമ്മുടെ സ്വന്തം അഭിയാണ്. അഭിക്കും താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ ഫോട്ടോഗ്രാഫർ തന്നെയാണ്. അതിൻ്റെ മെയിൻ ഒരു സാധനമാണ് ദേ ഇരിക്കുന്ന ഒരു കുഞ്ഞിക്കുരുമ്പ്. ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ പേരെന്താ, സുരജ്. ഞങ്ങൾ ഉണ്ണീന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പേര് വന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ധാഗയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സാധനം. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഡിയ അല്ലായിരുന്നു, എൻ്റെ മനസ്സിലിങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. പുള്ളിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് രേഷ്മനെ കൊണ്ട് ഈ ഷൂട്ട് ചെയ്യിപ്പിക്കാം, ഇങ്ങനെ ചെയ്യാമെന്ന്. എന്നിട്ട് എൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. സോ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മളെ ഇതിനൊക്കെ വിളിച്ചു വരുത്തിയ നന്ദി. അതെ, എനിക്ക് അറിയേണ്ടത് നെക്സ്റ്റ് ഷൂട്ട് നമ്മുടെ എന്നാണ്? കേട്ടല്ലോ ഗൈസ്. സോ അതാണ് ദിവ്യയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ബിപിൻ ചേട്ടാ, സോ ലക്കി മാൻ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയതിന് ശരിക്കും നിങ്ങളെ ലക്കിയാണ്. ദിവ്യ അത്ര ഫ്രീ എന്ന് പറയുമ്പം ഞാൻ ദിവ്യ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ഇതുപോലെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചാറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത്ര ഫ്രീ അല്ലേ അവൾ, നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ദിവ്യ, ഞാൻ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ നെക്സ്റ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട്. സോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പണിപ്പൊടിയൊക്കെ കഴിച്ചു ഗൈസ്. എല്ലാവരും അത് കഴിഞ്ഞ് പിരിഞ്ഞു. സോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കേക്കും കിട്ടി, അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയായി. സോ താങ്ക് യു സോ മച്ച് B90. കേക്കിന് വേണ്ടിയിട്ട് ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കേക്ക്. കാരണം അതിലൊരു മോഹിനിയാട്ടത്തിൻ്റെ പിക്ചറൊക്കെ വെച്ച് ആദ്യം എനിക്ക് തോന്നി ഞാനാണെന്ന്, പിന്നെ മനസ്സിലായി വേറെ ഏതോ ഒരു നർത്തകിയാണെന്ന് മനസ്സിലായി. എന്തായാലും താങ്ക്സ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.